2017 മലയാളത്തിൽ ഓവർടേക്ക് എന്നൊരു സിനിമ വന്നിരുന്നു. സാക്ഷാൽ സ്റ്റീവൻ സ്പിൽബർഗ് ഉണ്ടാക്കിയ ഡ്യുവൽ എന്ന പടത്തിൻ്റെ കോപ്പി. ബാക്ക് സ്റ്റോറികൾ ഒന്നും പറയാതെ തന്നെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു ഗംഭീര ത്രില്ലറാണ് ഡ്യുവൽ. അത് പക്ഷേ കോപ്പി അടിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ട്രക്ക് ഓടിച്ച ആൾക്ക് ബാക്ക് സ്റ്റോറിയൊക്കെ കൊടുത്ത് നശിപ്പിച്ചു. ഞാൻ ആ സിനിമയെക്കുറിച്ച് ഇവിടെ പറയാൻ കാരണം ഏറ്റവും പുതിയ മലയാളം ഫാൻറ്റസി ത്രില്ലറായ പുഷ്പക വിമാനം ഓവർടേക്ക് ഡ്യുവലിനോട് ചെയ്ത പോലത്തെ അനീതി റൺ ലോല റൺ എന്ന ക്ലാസിക്കിനോട് ചെയ്ത സിനിമയാണ്. വളരെ അമച്വറായി ആളുകൾക്കെല്ലാം സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ പടം വർക്കാവണമെങ്കിൽ നിങ്ങൾ അധികം ഫാൻറ്റസി പടങ്ങളൊന്നും കണ്ടിട്ടില്ലാത്ത ഒരാളായിരിക്കണം. അജയാണ് നമ്മുടെ നായകൻ. അജയ് ഒരു നേഴ്സാണ്. അജയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ആഗ്രഹ്. അജയ് താമസിക്കുന്ന സിറ്റിയിലേക്ക് താമസം മാറി ക്യാബ് ഡ്രൈവറായിട്ട് ജോലി നോക്കുകയാണ് ആഗ്രഹ്. ഇതിനിടയിൽ അജയുടെ വിവാഹം ഉറപ്പിക്കുന്നു. കല്യാണത്തിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അജയ് ഓടിച്ച കാർ ഇടിച്ച് ഒരാൾ മരിക്കുന്നു. സംഭവം അജയ് ആഗ്രഹിൻ്റെ സഹായത്തോടെ ഒരു വിധത്തിൽ ഒതുക്കി തീർക്കുന്നുണ്ടെങ്കിലും കല്യാണ ദിവസം രാവിലെ അജയ് അന്ന് ഡെഡ് ബോഡി എടുക്കുന്ന ഒരു വീഡിയോ ഒരു അജ്ഞാതൻ അയാൾക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് അജയും ആഗ്രഹവും എങ്ങനെ രക്ഷപ്പെടുന്നു എന്നതാണ് പുഷ്പക വിമാനത്തിൽ നമ്മൾ കാണുന്നത്. കിഷ്കിന്ധാകാന്ഡം കേരളത്തിലും പുറത്തും നിറഞ്ഞ സദസ്സുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പുഷ്പക വിമാനത്തിൻ്റെ റിവ്യൂവിൽ ഞാൻ അതിനെപ്പറ്റി പറയാൻ കാരണം ഈ സിനിമയിലെ ഒട്ടുമിക്ക കൊമേഴ്ഷ്യൽ കോംപ്രമൈസുകളും ഇതിൻ്റെ മേക്കേഴ്സ് ന്യായീകരിക്കാൻ സാധ്യത ഇതെല്ലാ പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ പാകത്തിന് വേണ്ടി ചെയ്തതാണ് എന്നാവും. പ്രേക്ഷകനെ ഈ രീതിയിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് തന്നെയാണ് പുഷ്പക വിമാനത്തിൻ്റെ പ്രധാന പ്രശ്നം. ഒരു 20 കൊല്ലം മുമ്പ് ഇറങ്ങിയ തട്ടുപൊളിപ്പൻ തമിഴ് സിനിമ പോലെയാണ് തുടക്കത്തിലുള്ള ഹീറോയുടെ ഇൻട്രോയും അയാളെ ചുറ്റിപ്പറ്റിയുള്ള ആളുകളെ കാണിക്കുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുക. റൺ ലോല റണ്ണിൻ്റെ തീമിലേക്ക് എത്തുന്നത് വരെ പ്രത്യേകിച്ച് കഥയ്ക്ക് ഗുണമില്ലാത്ത കോമഡിയും അടിയും റൊമാൻസും ഒക്കെ ആയിട്ടാണ് പടം മുന്നോട്ട് പോകുന്നത്. ഒരു പടത്തിലെ കോൺസെപ്റ്റ് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് സ്വന്തമായൊരു പടം ഉണ്ടാക്കാൻ നോക്കുന്നത് വളരെ അപ്രീഷ്യബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ സംവിധായകൻ ഉല്ലാസ് കൃഷ്ണയും തിരക്കഥാകൃത്തുക്കളായ സന്ദീപ് സദാനന്ദനും ദീപു എസ് നായരും പുഷ്പക വിമാനത്തിൽ നല്ലൊരു കോൺസെപ്റ്റിൻ്റെ ഏറ്റവും ഷാലോ ആയിട്ടുള്ള വേർഷനാണ് കാണിക്കാൻ ശ്രമിക്കുന്നത്. ലൂപ്പ് കോൺസെപ്റ്റൊക്കെ പ്രേക്ഷകന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഫ്ലാഷി എഡിറ്റൊക്കെ വെച്ചിട്ട് കാണിക്കുന്നത് കാണുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ പ്രേക്ഷകനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഒന്നുകൂടെ കാണാൻ സാധിക്കും. ചുമ്മാ നേരെ നടന്നാൽ പരിക്കൊന്നും പറ്റാതെ 5 സെക്കൻഡ് ലാഭിച്ച് പോകാൻ പറ്റുന്ന സ്ഥലത്തും സിജു വിൻസൻ തലകുത്തി മറിയുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചില സ്ഥലത്തൊക്കെ നന്നായി വരുന്നുണ്ട്. പക്ഷേ പാട്ടുകളൊന്നും തന്നെ വേണ്ടത്ര ശ്രദ്ധ ആകർഷിച്ചില്ല. ഒരു രാഹുൽ രാജ് ആൽബത്തെക്കുറിച്ച് ഇങ്ങനെ പൊതുവെ പറയേണ്ടി വരാറില്ല. ഒരു കൂൾ ആക്ഷൻ ഹീറോ ആയി മൗണ്ട് ചെയ്യാൻ പാകത്തിനാണെന്ന് തോന്നുന്നു സിജു വിൽസൺ ഈ സിനിമയെ അപ്രോച്ച് ചെയ്തത്. പാർക്കോറും സമ്മർസോൾട്ടും ഒക്കെ പുള്ളി ഈ പടത്തിൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഒരു സീനിൽ പുള്ളി കറങ്ങി വരുന്നത് കണ്ട് ഒരു ചെക്കൻ അന്താളിച്ച് വാവ് എന്ന് പറയുമ്പോൾ ചെക്കനോട് കണ്ണിറുക്കി കാണിക്കുന്ന സീനൊക്കെ സാമാന്യം നല്ല ബോറായി തോന്നി. എന്തായാലും പണി എപ്പോഴും വാങ്ങുന്ന സ്ഥിരം കോഴി ക്യാരക്ടറാണ് ബാലു വർഗീസ് ഈ സിനിമയിലും ചെയ്തിട്ടുള്ളത്. പടത്തിൻ്റെ മെയിൻ സംഭവം നടക്കുന്നത് സെക്കൻഡ് ഹാഫിലായതുകൊണ്ട് ലെന, സിദ്ദിഖ്, നമ്രത എന്നിവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് സിനിമയ്ക്ക് ഇറലവൻ്റ് ആണ്. സിദ്ദിഖ് ഫോളോ ചെയ്യുന്ന വളരെ ടിപ്പിക്കലായിട്ടുള്ള മുസ്ലിം സ്ലാങ് വളരെ ആർട്ടിഫിഷ്യലായിട്ട് തോന്നി. തിങ്കളാഴ്ച നിശ്ചയത്തിലൊക്കെ തിളങ്ങി നിന്ന മനോജ് കെയു ഒരു വെറുപ്പിക്കൽ അമ്മാൻ ക്യാരക്ടറിലേക്ക് ഒതുങ്ങിപ്പോയത് സങ്കടകരമായൊരു കാഴ്ചയായിരുന്നു. പത്മരാജ് രതീഷിനും ധീരജ് ഡെന്നിക്കും കഥയിൽ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. റൺ ലോല റൺ കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ക്രാഫ്റ്റ് വൈസ് യാതൊരു എക്സൈറ്റ്മെൻറ്റും തരാത്ത പുഷ്പക വിമാനം കാണേണ്ട ഒരു ആവശ്യമില്ല എന്നേ ഞാൻ പറയും. ടൈം എന്ന കോൺസെപ്റ്റ് വെച്ചുള്ള ഫാൻറ്റസി പടങ്ങൾ ഒട്ടും കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് ഈ സിനിമ കണ്ടാൽ എന്തെങ്കിലും ഒരു പുതുമ തോന്നുകയുള്ളൂ. ക്രിയേറ്റീവായി ഒട്ടും എക്സൈറ്റ് ചെയ്യാത്ത ഈ സിനിമയെ രക്ഷിച്ചെടുക്കാനുള്ള അവസാന ശ്രമം പോലെയാണ് സിനിമയിലെ ചിത്രഗുപ്തൻ കാസ്റ്റിംഗ് കണ്ടപ്പോൾ തോന്നിയത്.